ഈ രാവിലെ തന്നെ കെട്ടിപ്പെറുക്കി എങ്ങോട്ടാണ് പോകണമെന്നായിരിക്കും ചിന്തിക്കുന്നത് അല്ലേ? അതെ, ഇത്രയും വിൻ്ററിൻ്റെ നടുക്ക് മൈനസ് ടെമ്പറേച്ചറൊക്കെയാണ്, ഐസ് ഫോർമേഷൻ ഒക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. പക്ഷേ അതിന് നടുക്ക് നമുക്ക് ബീച്ചിലെ ഒരു സമ്മർ സെറ്റപ്പ് കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതൊക്കെയുണ്ട്, നിങ്ങൾ കണ്ടോളി. സാധാരണ ഞങ്ങൾ ജർമ്മനിക്ക് പോകുമ്പം ജർമ്മൻ ട്രെയിൻസിൽ ഒത്തിരി ഡിലേ വരാൻ പാടില്ല. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ ലക്കാണോ എന്തോ ഇല്ലയോ, അത് എപ്പോഴും ഞങ്ങൾക്ക് ഡിലേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ ഒരു ദിവസം ബെർലിനിൽ തങ്ങിയിട്ട് ഒരു ദിവസം രാത്രിയിൽ ഹോട്ടലിൽ കിടന്നിട്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഏതായാലും ഞങ്ങൾക്ക് ഒരു ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല. സമയത്തിന് തന്നെ ട്രെയിൻ വരികയും ചെയ്തു. ബെർലിനിൽ ഞങ്ങൾ സമയത്തിനെത്തി. നമ്മുടെ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര തുടങ്ങി. ബെർലിനിൽ നിന്ന് 1 മണിക്കൂറാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലം. ഞങ്ങൾ ഓൾറെഡി എത്തിയ സ്ഥലത്ത് ട്രോപ്പിക്കൽ ഐലൻഡ് എന്നാണ് ഇത് പേര്. പ്രത്യേകം ഈ സ്ഥലത്തിൻ്റെ പേരൊന്ന് നോട്ട് ചെയ്തോളൂ. ഇത് പൊളി സെറ്റപ്പാണ് മക്കളെ, പൊളി സെറ്റപ്പ്. ഇതിനകത്തോട്ട് നമ്മൾ എത്തുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഈ വാച്ച് പോലത്തെ ഒരു സംഭവം കണ്ടോ, അത് നമുക്ക് കിട്ടും. അതിനകത്തൊരു ഡെയിലി ക്രെഡിറ്റ് 250 വരെ അവരിടും. അതിൽ നിന്ന് നമുക്ക് എത്ര വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. ആൻഡ് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ഫൈനൽ നമ്മൾ എമൗണ്ട് സെറ്റിൽ ചെയ്താൽ മതി. എന്ത് വേണോ, നമുക്ക് സ്വിം സൂട്ട് മേടിക്കണോ, നമുക്ക് ഡ്രസ്സ് മേടിക്കണോ, ബീച്ച് സെറ്റപ്പിനോട് ആവശ്യമുള്ള എന്ത് കാര്യങ്ങളും ഇതിനകത്തോട്ട് കയറിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. സൊവനിയേഴ്സ്, ഷോപ്സ് എല്ലാം ഉണ്ട് ഇവിടെ. അപ്പം ശരിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ വെളിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ റൂം പോലും ഞങ്ങൾ ബുക്ക് ചെയ്തത് പ്രോപ്പർട്ടിക്ക് അകത്ത് തന്നെയായിരുന്നു. നമ്മൾ വെളിയിലേക്ക് തണുപ്പത്തേക്ക് ഇറങ്ങാതെ ഇരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളത് ചെയ്തത്. അങ്ങനെ കൊച്ചിന് ക്യാമറ ഒക്കെ കൊടുത്ത് കാൻഡിഡായിട്ട് നല്ല വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത മറ്റും ഞങ്ങൾ നടന്നുപോയി. ഈ ഐലൻഡ് എന്ന് പറയുന്നത് അവർ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയേക്കുന്ന ഒരു എൻവയൺമെൻറ്റ് ആണ് കേട്ടോ. അപ്പം ഇതിനകത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് 28 ഡിഗ്രി ടെമ്പറേച്ചറാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ സമ്മർ ഫീലിംഗ് കിട്ടുന്നതും. ഇതുപോലെ തന്നെ ട്രോപ്പിക്കലായിട്ടുള്ള ചെടികളും മൃഗങ്ങളെയും ഒക്കെ അവർ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് ബട്ടർഫ്ലൈസ്, അതുപോലെ ഫ്ലെമിംഗോസ്, പിന്നെ നമ്മളിങ്ങനത്തെ ഈ എന്നാ പറയുക, ട്രോപ്പിക്കൽ ക്ലൈമറ്റ് കാണുന്ന ചില പക്ഷികളില്ലേ, അതുങ്ങളെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊന്നും സാധാരണ നമുക്ക് വിൻ്ററിൽ കാണാൻ പറ്റുന്നതല്ല, അതുകൊണ്ട് തന്നെ സ്പെഷ്യലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വ്ളോഗ്. വിൻ്ററിന് നടുക്ക് കുറച്ച് ഹരിതാപതയും പച്ചപ്പൊക്കെ കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം വേഗം ബുക്ക് ചെയ്തോ കേട്ടോ.